അക്കാലത്ത് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റൊരാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതന്മാരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആത്മീയത ധ്യാനിക്കാം. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലൂടെ ക്രിസ്തു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്ന് ഈ ദിനം നമ്മെ പഠിപ്പിക്കുന്നു. 2 പേർ പ്രാർത്ഥിക്കുവാൻ പോയി. ഒരുവൻ ഫരിസേയനും മറ്റൊരുവൻ ചുങ്കക്കാരനും. യഥാർത്ഥത്തിൽ ഫരിസേയൻ യഹൂദനാണ്, നിയമമറിയുന്നവനും ദൈവിക പദ്ധതികളെക്കുറിച്ച് അറിവുള്ളവനും ബോധ്യമുള്ളവനുമാണ്. ചുങ്കക്കാരനാകട്ടെ യഹൂദർ തിരസ്കരിച്ചു കളഞ്ഞ ഒരു സമൂഹവുമാണ്. സ്വന്തം ജനമായ യഹൂദരുടെ മാത്രം പ്രാർത്ഥന ദൈവം കേൾക്കുകയും പാപികളുടെയും ചുങ്കക്കാരുടെയും പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയില്ല എന്നും കരുതുന്ന കാലഘട്ടത്തിൽ യേശു നൽകുന്ന ഉപമയിലൂടെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവത്തിരുസന്നിധിയിൽ സ്വീകാര്യമായി തീരുകയും ഫരിസേയൻ്റെ അഥവാ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പ്രാർത്ഥന വിവേകപൂർവമല്ലാത്തതുകൊണ്ടും ദൈവിക നീതിക്ക് വിരുദ്ധമായതുകൊണ്ടും അഹങ്കാരത്തിൻ്റെ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചതുകൊണ്ടും തിരസ്കരിക്കപ്പെടുന്നതായും ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നു. പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ ലാളിത്യമുള്ളവരാകണം. നന്മ നിറഞ്ഞ മനസ്സോടുകൂടി ആകണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. മറ്റുള്ളവരെക്കാൾ താൻ നീതിമാനാണ് എന്ന് ദൈവത്തിരുസന്നിധിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അവൻ സ്വയം നീതിരഹിതനായിപ്പോയി. എത്രയോ ദുരിതപൂരിതമായ ഒരു അനുഭവമാണിത്. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമ്മേക്കാൾ കൂടുതൽ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് നാം അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഈ ഭാഷകൾ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഇപ്രകാരമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും ഫരിസേയൻ്റെ മനസ്സോടുകൂടി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചു പോകാറുണ്ട്. ഞാൻ എത്രയോ നല്ലവനാണ്, മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഞാൻ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നല്ലോ, ഞാൻ എന്ത് ദ്രോഹമാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ദൈവം ഉടനെ കേൾക്കേണ്ടതും ഉത്തരം തരേണ്ടതുമല്ലേ? അപ്രകാരമുള്ള ചിന്തകൾ തീർച്ചയായും ദൈവത്തിനു മുമ്പിൽ നമ്മെ നീതിരഹിതരാക്കുന്നതാണ്. നാം ഈ പുണ്യഭൂമിയിൽ നന്മ നിറഞ്ഞ മനുഷ്യരായി വിശുദ്ധിയുള്ളവരായി ഒരു നിമിഷമെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ശക്തിയോ ബലമോ അറിവോ കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ നിർമ്മല മാനസരായി ജീവിക്കാൻ കഴിയില്ല. നാം തിന്മ ചെയ്യുന്നില്ലെങ്കിൽ, പാപത്തിന് അടിമപ്പെട്ടു പോകുന്നില്ല എങ്കിൽ, നീതിരഹിതരായി പോകുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കൃപാവരങ്ങളുണ്ടെങ്കിൽ സത്യത്തിൽ നാം ദൈവത്തോട് കൂടുതൽ വിനീതരായി ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിച്ച് അവിടുത്തെ മുമ്പിൽ സ്വയം എളിമപ്പെടുകയാണ് വേണ്ടത്. കർത്താവേ, ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറയുവാനുള്ള ചുങ്കക്കാരൻ്റെ മനസ്സാണ് ദൈവം കാണുക. ദൈവത്തിനു മുമ്പിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ ആ കുറവ് ദൈവം നിറവാക്കി മാറ്റുകയും നമ്മെ അനുഗ്രഹിക്കുവാൻ കാരണമാവുകയും ചെയ്യും. ഭൂമിയിലെ ഏറ്റവും ലാളിത്യം നിറഞ്ഞ പ്രാർത്ഥനയാണ് സ്വയം വിനീതനായി ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ സ്വയം സമർപ്പിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്,
സ്വർഗം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ഈ വിശുദ്ധമായ കാലഘട്ടം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.